ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം ബർത്ത്ഡേ ആരുടെയാണെന്ന് വെച്ചാൽ നമ്മുടെ അച്ചച്ചിയുടെ 60ാമത്തെ ബർത്ത്ഡേ ആണ്, ഷഷ്ടിപൂർത്തി. അപ്പം നമ്മളത് വലിയ ആഘോഷമൊന്നുമില്ല, എന്നാലും അച്ചച്ചിയുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കുറച്ച് നെയ്ബേഴ്സിനെയൊക്കെ വിളിച്ച് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് അവർക്കുള്ള ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ പോവുകയാണ്. എന്ന് വെച്ചാൽ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷർട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റാണിയിലുള്ള ട്രെൻഡ്സിലാണ് പോകുന്നത്. നമ്മുടെ അവിടെ അധികം വലിയ കടകളൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് പോകണം. ഇതാവുമ്പോൾ കുഞ്ഞിനെ ഉറക്കിയിട്ടിട്ട് പെട്ടെന്ന് പോയിട്ട് വരാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പിന്നെ റാന്നിക്ക് പോകാമെന്ന് വിചാരിച്ചു. പത്തനംതിട്ടയ്ക്ക് പോയ കുഞ്ഞിനെ കൂടി കൊണ്ടുപോകണം, അല്ലെങ്കിൽ കുഞ്ഞിനെ ഇട്ടിട്ട് പോയാൽ ഒത്തിരി ടൈം എടുക്കും പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ റാന്നിക്ക് പോയി കുഞ്ഞിനെ ഉറക്കിയൊക്കെ ഇട്ടിട്ട് പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു ഷർട്ട് മാത്രമേ എടുക്കാനുള്ളൂ. ബാക്കി ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഓർഡർ ചെയ്തേക്കുക. മീഷോയിൽ നിന്ന്, ഫ്ലിപ്കാർട്ടിൽ നിന്ന്, ഓടുന്നൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ കേക്കിന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ ഇനിയൊന്നും മേടിക്കാനില്ലല്ലോ. പിന്നെ മെഴുകുതിരി ക്യാൻഡിലും ഒക്കെ അവള് തന്നെ അശ്വിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ കേക്കിന് എല്ലാം സെറ്റ് ചെയ്ത് ഇടയ്ക്ക് ഓർപ്പിച്ചാൽ മതി. ലേറ്റ് ഇവിടെ അല്ലേ, ഈ സൈഡിൽ ഫ്രണ്ടിലാണ്. നമ്മൾ ട്രെൻഡ്സിലെത്തിയിരിക്കുകയാണ്. എന്തോ കൊണ്ടേ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടോ? ഇത് ഇടിമണ്ണിക്കല്ലേ? ഇന്ന് ഇടിമണ്ണിക്കൽ ഇല്ലല്ലോ അമ്മേ. ആ മതി ആ എന്തോ തുറന്നു ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ. അമ്മ വിളിക്കുന്ന കുഞ്ഞാണെന്നോ എന്തോ. പക്ഷെ നിനക്ക് എടുക്കാനല്ലോ അന്നേ. ചേച്ചിക്ക് എടുക്കാൻ വന്നതാണോ നിനക്ക് എടുക്കാൻ വന്നതാണോ? ഐ മാസ്ക് പിമ്പിൾ പാച്ച്. ഒരു കാര്യമുണ്ട്, നമുക്ക് ടെക്നിക്ക് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡിന്റെ അകത്തോളം കയറ്റാം. അപ്പോൾ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്തിരുന്ന ഡെക്കറേഷൻ്റെ സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് നോക്കി, എല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ ഞാൻ എടുത്ത് വെക്കുവാണ്.
കാലത്തായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വാ പറയുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ പറയല്ലോ മര്യാദക്ക് വർത്താനം വരാൻ പറയാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞില്ല. വെള്ളമുണ്ട്. സ്പൂൺ അങ്ങനെയാണോ വേണ്ടുന്നത്? ഒരു വഴിയാകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അത്രയേ ഉള്ളൂ. എന്തുവാടി നീ പറയുന്നേ? എന്തുവാടി? പോലുമില്ല. അങ്ങനെ എടുത്തോ? അല്ല, നമ്മൾ വീടുണ്ടാക്കുമ്പോൾ നേരെ എടുത്തു. വരുവാ.